അമേരിക്കയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ ഇപ്പോൾ വിശ്വസിച്ചേ മതിയാകൂ. ലോസ് ഏഞ്ചൽസ് ടൈംസ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കാട്ടുതീ അണക്കാനുള്ള കൃത്യമായ വെള്ളം ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ്. ഈ തീപിടുത്തമുണ്ടായ ആദ്യഘട്ടങ്ങളിൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള വെള്ളം തീ അണക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പക്ഷേ തീ അണയാത്ത സാഹചര്യത്തിൽ ഇനിയുള്ള തീ അണക്കാനായി അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ വേണ്ടത്ര രീതിയിലുള്ള വെള്ളമില്ല എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ടായതിന് പിന്നാലെ ഗൂഗിളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെർച്ച് ചെയ്തപ്പോൾ ചില വെബ്സൈറ്റുകൾ 2023-ലും 2024-ലും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ വരൾച്ച മൂലം അമേരിക്കയിൽ കുടിവെള്ളത്തിന് ക്ഷാമമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ അമേരിക്കയിൽ കുടിവെള്ളത്തിനും തീയണക്കാനുള്ള വെള്ളത്തിനും വലിയ രീതിയിലുള്ള ഒരു ക്ഷാമം അവർ നേരിടുകയാണ്. നേരത്തെ അവർ തയ്യാറാക്കിയിട്ടുള്ള വാട്ടർ ഹൈഡ്രേറ്റിലെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ തീർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. പുതിയ വെള്ളം ഈ തീയണക്കാൻ വേണ്ടി അവർക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത്. അതേസമയം അമേരിക്ക ഒരു സമ്പന്ന രാജ്യമായതിനാൽ തന്നെ അവർക്ക് വെള്ളം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലും അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് അവിടുത്തെ തീയണക്കാൻ അവരുടെ പക്കലുള്ള വെള്ളം തികയാതെ വരുന്നു എന്നറിയുമ്പോൾ അമേരിക്കയിൽ ബാധിച്ച ഈ കാട്ടുതീ എത്രത്തോളം ഭയാനകരമായ കാട്ടുതീയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അമേരിക്കൻ കാട്ടുതീയുടെ ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. കൂടാതെ ഈ കാട്ടുതീ അത് ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സാധാരണഗതിയിൽ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടാവാറുണ്ട്, എന്നാൽ അതിനെയൊക്കെ കൃത്യമായി നിയന്ത്രിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് സാധിക്കാറുമുണ്ട്. എന്നാൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തം അത് പൂർണ്ണമായും അമേരിക്കക്ക് കെടുത്താനായിട്ടില്ല. ഈ കെടുത്തിയ പല ഭാഗങ്ങളിലും പിന്നീടും തീ ഉണ്ടാകുന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയാണ്. അതേസമയം ലോസ് ഏഞ്ചൽസിൽ നിലവിലുള്ള താമസക്കാർക്ക് ലോസ് ഏഞ്ചൽസ് ഭരണകൂടം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ടാപ്പുകളിലുള്ള വെള്ളം നിങ്ങൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം. കാരണം ഈ തീയും മറ്റു കാര്യങ്ങളുമൊക്കെയായി ശുദ്ധവെള്ളത്തിൽ പോലും, അതായത് കുടിവെള്ളത്തിൽ പോലും കെമിക്കലുകൾ പടരാനുള്ള സാധ്യതകളുണ്ട് എന്നും അതിനാൽ കുടിവെള്ളം പോലും ഇപ്പോൾ ടാപ്പുകളിലൂടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ലോസ് ഏഞ്ചൽസ് ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ തീ അണക്കാനുള്ള വെള്ളവും കുടിക്കാനുള്ള വെള്ളവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.